Once again, good morning to all my dear students of Plus One. Plus One-ന്റെ നമ്മുടെ ഈ വർഷം ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വീണ്ടും നമ്മുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിൽ ഞാൻ എടുത്തതിൽ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനും രണ്ടാമത്തെ പാഠം മറ്റൊരു സാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിലെ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ലെസൺ. ഐ വിൽ ഫ്ലൈ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ വരാറില്ലേ? വിൽ എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് വന്നതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. ഐ വിൽ ഡു, കേട്ടിട്ടില്ലേ? ഐ വിൽ ലേൺ, ഐ വിൽ റൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു സ്ട്രോങ് എംഫസിസ് വേണ്ടി അതിനകത്തുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉറപ്പ് അതിനകത്തുണ്ട്. അതുപോലെയാണ് ഇത് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഈ ലെസൺ. ഓക്കെ, it's a brilliant lesson by a great writer, a great statesman, a great personality of India, and his name is known as APJ Abdul Kalam. നമുക്ക് പ്രശ്നത്തിന്റെ പാഠത്തിന്റെ പേരാണ് ഐ വിൽ ഫ്ലൈ. Okay, I will fly is the title of lesson we are going to discuss today. And who is author? APJ. അപ്പോൾ APJ അബ്ദുൽ കലാം എഴുതിയ വളരെ മോട്ടിവേഷനോ അല്ലെങ്കിൽ ഇൻസ്പിറേഷനോ നമ്മുടെ ലൈഫിനെ തന്നെ ചിലപ്പോൾ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രേറ്റ് ലെസൺ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരെന്താണ്? ഐ വിൽ ഫ്ലൈ. ഹു ഈസ് ഓതർ? APJ അബ്ദുൽ കലാം. അല്ലേ? APJ അറിയാത്ത ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. APJ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താ? വാട്ട്സ് ദ ഫുൾ നെയിം ഓഫ് ദ ഓതർ? APJ അബ്ദുൽ കലാം. അപ്പോൾ എയുടെ എക്സ്പാൻഷൻ എന്താണ്? പിയുടെ എക്സ്പാൻഷൻ എന്താണ്? അല്ലേ? ജെയുടെ എക്സ്പാൻഷൻ എന്താണ്? ഈ മൂന്ന് കാര്യങ്ങൾ അറിയത്തില്ലേ? അപ്പോ പൊതുവെ അറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നാണ് പറയുന്നത്. അപ്പോ അവിൽ ഫക്കീർ, അതാണ് AP. അവിൽ ഫക്കീർ ജലാലുദ്ദീൻ അബ്ദുൽ കലാം ഈസ് ദ ഫുൾ നെയിം ഓഫ് ദിസ് എമിനന്റ് പേഴ്സൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സയന്റിസ്റ്റും എന്നാൽ ഒരു നല്ല പ്രസിഡന്റുമായിരുന്നു. ആരെന്ന് പറയുമ്പോൾ പ്രസിഡന്റ് എന്താണെന്ന് പോലും ഒരുപക്ഷെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പോലും ഇതാണ് പറ്റിയതാരിലൂടെയാണ് APJ എന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ്. അദ്ദേഹം എഴുതിയ ഒരുപാട് റൈറ്റിംഗ്സുകളുണ്ട്, ഒരുപാട് സ്പീച്ചുകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് നമ്മൾ ഏത് പഠിക്കുന്നത്? ഈ പഠിക്കുന്ന പാഠമായ ഐ വിൽ ഫ്ലൈ. അപ്പോ ഈ പാഠം എന്താണെന്നും ഈ പാഠത്തിൽ എന്തൊക്കെയാണ് ലെസൺ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കണം. ഇദ്ദേഹം ജനിച്ചത് നമ്മുടെ അടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലത്തിലാണ് APJ ജനിച്ചത്. ധനുഷ്കോടി സ്ഥലം കേട്ടിട്ടുണ്ടോ? ഇന്ന് ഇന്ത്യയുടെ ശ്മശാന ഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി. പാമ്പൻ പാലം കേട്ടിട്ടുണ്ടോ? ഈ പാമ്പൻ പാലം കടന്ന് നമ്മൾ രാമേശ്വരത്ത് എത്തുമ്പോൾ അവിടുന്ന് ഏകദേശം 40 കിലോമീറ്റർ കഴിയുമ്പോൾ കാണുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ എൻഡ് ആണ് എന്ന് ധനുഷ്കോടി. ഞാനത് പോയിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ രണ്ട് സൈഡും കടലാണ്, അതിലൂടെയാണ് റോഡ് പോകുന്നത്. പക്ഷെ അവിടെ ഉള്ള ബിൽഡിങ്ങുകൾ കണ്ടാൽ എല്ലാം അവശിഷ്ടങ്ങൾ മാത്രമാണ്. പള്ളികളായാലും വീടുകളായാലും ആരാധനാലയങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വല്ലാത്തൊരു ശ്മശാനത ഉണ്ടാക്കുന്നതാണ് ഇത് ധനുഷ്കോടി. ഞാൻ ഈ ധനുഷ്കോടി പോകുന്ന കാരണം ഇത് കണ്ടിട്ടൊന്നും അല്ല കേട്ടോ. കാരണം അവിടെ ഈ രാമായണം കഥ പഠിക്കുമ്പോൾ ശ്രീരാമൻ സീതയെ രക്ഷിക്കാൻ വേണ്ടി ഒരു പാലം കെട്ടിയെന്നും ആ പാലത്തിലൂടെ പോയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റോറിയെ അല്ലെങ്കിൽ അതൊരു റിയാലിറ്റിയാണ് എന്ന് നാഷണൽ ജിയോഗ്രഫി കൗൺസിൽ പോലും ഇതാണ് വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണേണ്ട കൗതുകം കൊണ്ടാണ് അതിന് അങ്ങോട്ട് വെച്ച് പിടിച്ചത്. പക്ഷെ അവിടെ പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റോഡ് എൻഡ് ചെയ്യുന്നു, അവിടെ അശോക സ്തംഭമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു സർക്കിൾ ആണ് കേട്ടോ. അതോടുകൂടി റോഡ് തീരെയാണ്, ചുറ്റും കടൽ. പക്ഷെ അവിടുന്ന് 14 അല്ലെങ്കിൽ 20 കിലോമീറ്റർ പോകുമ്പോഴാണ് ശ്രീലങ്ക കാണാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പാലവും അല്ലെങ്കിൽ ഹനുമാൻ കിട്ടിയ ആ കടൽപ്പാലൊന്നും കാണാൻ നോക്കിയതൊന്നും കാണാൻ പറ്റില്ല, അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളോട് ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ധനുഷ്കോടി. അവിടെയാണ് ആര് ജനിച്ചത്? APJ അബ്ദുൽ കലാം ജനിച്ചത്. മരണശേഷവും ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന് സ്മാരകം കാണാൻ വേണ്ടി. എന്താണ് അത്? രാമേശ്വരത്തായിരുന്നു. സോ അത് നമ്മൾ അവിടെ ചെന്നപ്പോ എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമുള്ളൂ. കാരണം
വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ഈ ടീച്ചിങ് പ്രൊഫഷനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളായിരുന്നു ആര് APJ അബ്ദുൽ കലാം. അവിടെ അദ്ദേഹത്തിന്റെ കവർ പോയി കണ്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് മൊമെന്റുകള് എല്ലാം വാക്സ് പ്രതിമയിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹം ഉപയോഗിച്ച ഡ്രസ്സ് അല്ലെങ്കിൽ അദ്ദേഹം കോട്ട് പാൻസ് പിന്നെ ടൈ അദ്ദേഹം കിട്ടിയ ഗ്രേസ് കാന്താണ് അംഗീകാരങ്ങൾ എല്ലാം ഭാരതരത്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ നോക്കിക്കണ്ടു. പക്ഷെ അത് വല്ലാത്ത കാര്യം, കാരണം ഭാരതരത്നം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, അത് നേരത്തെ കാണാനൊരു അവസരം അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് പറ്റാതെ പോയ കാര്യം പുള്ളിയുടെ റൈറ്റിംഗ്, ഹാൻഡ് റൈറ്റിംഗ് ഞാൻ വായിക്കാൻ ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. അത് ലെജിബിൾ ആയിരുന്നില്ല, കാരണം അത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാകുന്ന ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നില്ല. അതായിരുന്നു അതിൻ്റെ ഒരു ഡ്രോബാക്ക്. അതിന്റെ അല്ല, എന്റെ ഡ്രോബാക്ക് ആണ്, അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. എനിക്കത് വായിച്ചാൽ മനസ്സിലായി. ഓക്കെ, അപ്പൊ അദ്ദേഹം നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് വളരെ ചെയ്യുമായിരുന്നു. ഈവൻ രണ്ടാമത്തെ സ്പെല്ലിൽ വേണമെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാമായിരുന്നു, അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കണം, ഇലക്ഷൻ നേടാൻ വേണമെങ്കിൽ പുള്ളിക്ക് ആകുമായിരുന്നു. പക്ഷെ വേണ്ട, ഇനി ഇലക്ഷനും അതിനുള്ള മാനസിക തയ്യാറെടുപ്പ് ഇല്ലായിരുന്നു. സോ ഹി ജോയിൻഡ് അഗൈൻ ആസ് എ ടീച്ചർ ആൻഡ് എ സയന്റിസ്റ്റ് ഓഫ് ദ വേൾഡ്. അല്ലേ, ISRO അതുപോലെ തന്നെ DRDOയിലൊക്കെ അദ്ദേഹം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള പൊസിഷൻസിൽ അലങ്കരിച്ച മനുഷ്യനായിരുന്നു ആര്, APJ അബ്ദുൽ കലാം. അപ്പോൾ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് പുള്ളി തന്റെ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായെന്ന് ചോദിച്ചാൽ, പാസ്സായ ശേഷം ഏതിനൊന്ന് പാസ്സായെന്ന് ചോദിച്ചാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലാണ് പാസ്സായത്. പിന്നെ സയന്റിസ്റ്റായി. പിന്നെ അദ്ദേഹം വലിയ വലിയ നിലകളിലേക്ക് ഇന്ത്യയെ ഉയർന്നു പോവുകയായിരുന്നു ആര്, APJ. വിനയം ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരു ഹെഡ് വെയിറ്റ് ഒന്നും കാണിക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല എപ്പോഴും. ഇവൻ കുട്ടികൾ പോലും സംസാരിക്കാൻ പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ട്. ആൻഡ് ഹി വാസ് എ പേഴ്സൺ. ഞാനും വർക്കിലേക്ക് പുള്ളി വന്നപ്പോൾ ഇങ്ങനെ ക്ലാസ്സിൽ പോകുന്ന കണ്ടതല്ലാതെ നേരത്തെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ APJ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് വർക്കുകൾ ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ പറയാം. വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് in the year. And again India 2020 എന്ന് പറഞ്ഞ പുസ്തകം, A Vision of the New Millennium in 1998 and Ignited Mind in 2002. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ. ഇനി നമ്മൾ പഠിക്കുന്ന ഐ വിൽ ഫ്ലൈ എന്ന പാഠത്തിലേക്ക് വരാം. ഈ പാഠം the lesson gives us a powerful message. വളരെ ശക്തമായിട്ടുള്ള മെസ്സേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങളെ പോലുള്ള യങ് ജനറേഷന് അത് വളരെയധികം ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന മെസ്സേജ് ആയിരിക്കാം, അല്ലേ? കാരണം നിങ്ങൾ എല്ലാവരും വലിയ വലിയ ആൾക്കാരെ തീരണം, ഡ്രീം ചെയ്യണം. ഡ്രീം ചെയ്യുന്നതുമായിട്ട് ആ ഡ്രീം റിയലൈസ് ചെയ്യപ്പെടുന്നതാണോ എന്ന് പോലും നമ്മൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ആളായിരുന്നു APJ അബ്ദുൽ കലാം. ആൻഡ് ഹി അഡ്വൈസസ്, സേസ്, holds the generation and every individual should be unique. നമ്മളെല്ലാവരും എന്തായിരിക്കണം, യുണീക് പേഴ്സൺ ആയിരിക്കണം. കാരണം നമ്മളെല്ലാം അത്രത്തോളം ഇൻഡിവിജ്വൽ ആയിരിക്കണം, പേഴ്സണൽ ആയിരിക്കണം. ഒരാളെ പോലെ ഒരിക്കലും ആകാൻ ശ്രമിക്കരുതെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഒരു അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടാവും, ഇയാളെ പോലെ ആകണം, അയാളെ പോലെ ആകണം, മറ്റതുപോലെ ആകണം, മറിച്ചതുപോലെ ആകണം എന്നൊരിക്കലും പുള്ളി പറഞ്ഞിട്ടില്ല. നീ ആയി തീരണം എന്നേ പറഞ്ഞിട്ടില്ല, അല്ലേ? ഈ നിങ്ങൾ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ പാട്ട് പാടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മലയാള സിനിമയിലെ പാട്ടുമായി ബന്ധപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗീതത്തിനുണ്ടായിരുന്നു രവീന്ദ്രൻ മാഷ്. പുള്ളി മരിച്ചു. പുള്ളിയുടെ ഇന്റർവ്യൂ ഞാൻ ഇടയ്ക്ക് TV കണ്ടപ്പോഴാണ്. കാരണം ഈ ചലച്ചിത്ര പിന്നണി ഗായകനാകണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുടെ എണ്ണം ദിവസം 10-500 പുള്ളി പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് പറയും ഞാൻ പാട്ട് പാടും, പിന്നെ അടുത്ത ഡയലോഗ് കേൾക്കുന്നത് യേശുദാസിനെ പോലെ പാടും എന്നാണ് എല്ലാം പറയുന്നത്. They can sing like ഡോക്ടർ KJ യേശുദാസ്. പുള്ളി പറഞ്ഞു കുട്ടിയോളൂ. എന്താ കാര്യം? യേശുദാസിനെ പോലെ പാടാൻ യേശുദാസ് ദാസേണ്ടല്ലേ, പിന്നെ ഇയാളെന്തിനാ പാടുന്നത്? എൻ്റെ അർത്ഥം ആർക്കും അവരെ ഐഡന്റിറ്റി ഇല്ല, അല്ലേ? അങ്ങനെ ഐഡന്റിറ്റി പറയുന്ന ആൾക്കാർ വിരൽ എണ്ണാവുന്നത് മാത്രമാണെന്നാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യു ഷുഡ് ബി യുണീക്. നിങ്ങൾ നീ ആവണം, അല്ലെ? നിങ്ങൾ നീ ആയിത്തീരണം. അപ്പോൾ നീ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ തന്നെ ആയിത്തീരണം. അത് ഞാനാകാനോ മറ്റേതാകാനോ മറിച്ചതാകാനോ അയാളാകാനോ ഇയാളാകാനോ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ശ്രമിക്കാൻ. പകരം ശ്രമിക്കുമ്പോഴാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോഴാണ് ലൈഫ് ഡള്ളാകുന്നത്. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി എന്ത് ചെയ്യണം? ആൻഡ് യു ഷുഡ് ബി ഹാപ്പി. അത് മാർക്കിലായിരിക്കും, അല്ലെ? അപ്പുറത്തെ രാമചന്ദ്രന്റെ മകൾക്ക് ഇത്ര മാർക്ക് കിട്ടി, എന്റെ മകന് 4 മാർക്ക് കിട്ടിയോളെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു പാരന്റിനെയും ഞാൻ അംഗീകരിക്കും. കാരണം എന്റെ മകന് കിട്ടാവുന്ന മാർക്ക് ഇത്രയാണ്, അയാളുടെ മകൾക്ക് കിട്ടാവുന്ന മാർക്ക് അത്രയാണ്. രണ്ടുപേരും മക്കളല്ലേ, അപ്പൊ രണ്ടും ഇൻഡിവിജ്വൽ അല്ലേ? അപ്പൊ ഓരോ ആൾക്കാർക്കൊരു കഴിവുകളും ഓരോ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജ് ആണ് ഏത് പാഠം? ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഈ പാഠം. ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് പോവാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോളൂ. റീഡ് ആൻഡ്
റിഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 15, 15ാമത്തെ പേജ്. Let us examine Dr. APJ Abdul Kalam has to tell us about being successful and unique. ആദ്യ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് his first flight, it is story of success. How young seagull able to fly. അല്ലേ? രണ്ടാമത്തെ പാഠത്തിലും അതിന്റെ കണ്ടിന്യൂഷൻ ആണ് എങ്ങനെയാണ് സക്സസ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് വിജയിക്കുക, എങ്ങനെയാണ് നമ്മൾ എന്തായാലും മാറുക, യുണീക് പേഴ്സൺ ആയിട്ട് എന്ത് ചെയ്യുക, മാറുക. ഒരിക്കലും ജീവിതത്തിൽ ആരെ പോലെ ആകാൻ ശ്രമിക്കരുത് കേട്ടോ. നിങ്ങൾ നിങ്ങളായി തീരണം. അപ്പോഴാണ് നമുക്കൊരു ഐഡന്റിറ്റി വരുന്നത്. ഡോണ്ട് ട്രൈ ടു മേക്ക് എ ഫോട്ടോ കോപ്പി ഓഫ് അതേഴ്സ് പേഴ്സണാലിറ്റി. അപ്പൊ ഈ പാഠത്തിന്റെ ബിഗിനിൽ കണ്ടോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു 4 വരികൾ എഴുതിയിട്ടുണ്ട്. ഇതായിരിക്കുന്നത് when I wish upon a star makes no difference whom I am, anything my heart desires will come to me. ഇത് തന്നെയാണ് ഈ പാഠം. That means whenever I wished, അല്ലേ, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, whenever I wished surely, എന്തെങ്കിലും നേടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. That will I will get it. നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം നേടിയ ആൾക്കാരാണോ? ആഗ്രഹിച്ച 4 പോലും പലപ്പോഴും നേടാൻ പറ്റിയിട്ടില്ല. പക്ഷേ whatever I desire, whatever I wish, I will surely get it എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത്രയും കോൺഫിഡന്റ് ആണ് എന്ന് പറയുന്നത് ആ കുട്ടി, അല്ലേ? ആ കോൺഫിഡൻസ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. when I wish upon a star, അത്രയും ഉയരങ്ങൾ എത്ര ശ്രമിച്ചാൽ ഞാൻ എത്തിയിരിക്കും. അപ്പോൾ ആ ആഗ്രഹം അത്രത്തോളം സ്ട്രോങ് ബേണിംഗ് ഡിസയർ ആയിരിക്കും, അല്ലേ? പൈലോക്കോയില പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന വർക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കൊരു ആഗ്രഹം അത്രയും തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ പ്രകൃതി കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ക്യാഷ്വൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ക്യാഷ്വൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് നമുക്ക് എവിടെ എത്തിക്കാത്തത്. ആഗ്രഹം എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര ആഗ്രഹം, അല്ല മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ ഡീവിയേറ്റ് ചെയ്യാനോ ശ്രമിച്ചാൽ പറ്റുന്നതാകാൻ പാടില്ല. എങ്കിലേ ആ ഡ്രീംസ് എന്തായി മാറും. ദാറ്റ് ക്യാൻ ബി റിയലൈസ്ഡ് ഇൻ യുവർ ലൈഫ്. മേക്സ് നോ ഡിഫറൻസ് ഹൂം ഐ ആം. കാരണം ഞാനായതുകൊണ്ട് എനിക്ക് നേടാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതി എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. എനിത്തിങ് മൈ ഹാർട്ട് ഡിസയേഴ്സ് വിൽ കം ടു മീ. ഞാൻ എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും. അത്ര കോൺഫിഡന്റ് ആയിരുന്നു പുള്ളിക്കാരൻ. അല്ല, മീശ മാധവൻ സിനിമയും പറയത്തില്ലേ, മാധവൻ ആരെയും നോക്കി മീശ കിട്ടിയാൽ അത് കൊണ്ടുപോയി. അങ്ങനെ ആയിരിക്കും നമ്മൾ, അത്രയും പവർഫുൾ ആയിരിക്കും നമ്മുടെ ഡിസയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാ ഈ ഒരു ടോപ്പ് പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. ഇതുപോലെ സ്പീച്ച് ആണ്. സോ സ്പീച്ച് ആരംഭിക്കുന്നതിനെയാണ്, ഡിയർ ഫ്രണ്ട്സ്, I realize how the contributions of the youth in the past have continuously contributed to the world of today in many fields. I would like to assert that no youth today needs to fear about the future. കാരണം ആദ്യം തന്നെ വളരെ പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലുള്ള ഒരു യുവാക്കൾക്കും സയൻസിനെ കുറിച്ച് യാതൊരു പേടിയും വേണ്ട. അതായത് കാരണം നമ്മൾ ഒരിക്കൽ പോലും അതിനെക്കുറിച്ച് പറയിടാറില്ല. കാരണം സയൻസ് അത്രയും ഡെവലപ്ഡ് ആണ് എന്ന് മാത്രമല്ല, ഈ സയൻസിന്റെ പിൻതലമുറക്കാർ ദേ ക്രിയേറ്റഡ് ലോട്ട് ഓഫ് എഫർട്ട്, ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് പല ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളും ആസ്വദിക്കുന്ന കാരണം പണ്ട് നടത്തിയ സയന്റിഫിക് ഇൻവെൻഷൻസുകളല്ലേ. അപ്പൊ അവ പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല, അല്ലേ? അപ്പൊ അതുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. താൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആർക്ക്? പഴയ സയൻസിന്. സോ ഇന്നത്തെ തലമുറയുടെ ആൾക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഒരിക്കലും പറയിടാറില്ല. Now I realize the contribution of the youth. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പഴയ തലമുറക്കാർ ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഏത് മേഖലയിൽ? സയന്റിഫിക് മേഖലയിൽ. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ എഫക്ട് നമുക്ക് അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ തലമുറ ഒരിക്കലും പോലും വറീഡാകണ്ട. So there is no issue. Why? The ignited mind of the youth is the most powerful. കാരണം നമ്മുടെയൊക്കെ മൈൻഡ് വളരെ ഇഗ്നിറ്റഡ് ആണ്, ഊർജ്ജസ്വലമായി മാറിയിട്ടുണ്ട്. നമ്മുടെ മൈൻഡിനെ ഊർജ്ജസ്വലമാക്കി മാറ്റിയത് എന്തായിരുന്നു? ഈ സയൻസിന്റെ പിന്നിൽ പണ്ടുണ്ടായിരുന്ന ഗ്രേറ്റ് സയന്റിസ്റ്റുകളായിരുന്നു. സോ വി ആർ ഹാപ്പി. കാരണം നമ്മൾ ഒരിക്കൽ പോലും അതല്ല വറീഡ് അല്ല. ഇഗ്നിറ്റഡ് അർത്ഥം എന്താണ്? ജ്വലിക്കുക അല്ലെങ്കിൽ കത്തുക എന്നൊക്കെ അർത്ഥം. ഇഗ്നിറ്റഡ് മൈൻഡ് of youth is the most powerful resource of the year. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ആരാണ്?
ഇങ്ങനെ സയൻസിനെ കുറിച്ച് പൂർണ്ണമായും ബോധം ക്രിയേറ്റ് ചെയ്ത് വളർന്നു വന്ന തലമുറയാണ് ഇന്നത്തെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അസറ്റ്. സോ ഇന്നത്തെ ഒരുപാട് യങ് സയന്റിസ്റ്റുകളുണ്ട്, അവർക്കുള്ള ഇൻസ്പിറേഷൻ എല്ലാം കിട്ടിയത് പണ്ടായിരുന്നു. ആ സയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും പോലും ഭാവിയെ കുറിച്ച് വറീഡ് ആകണ്ട. അണ്ടർ ദ ഇയർ ആൻഡ് എബോവ് ദ ഇയർ, കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും അണ്ടർ ദ ഇയർ, എബോവ് ദ ഇയർ, there is no need of getting worried because we have ignited mind of scientists. അത്രയും ഊർജ്ജസ്വലരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ നമുക്കുണ്ട്. Dear friends, I would like to talk you the topic I am born with wings. അപ്പോൾ പറയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്താണ്? ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഞാൻ പറക്കാനായി ജനിച്ചവനാണ്. കാരണം ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ദൂരം എന്ത് ചെയ്യാൻ പറ്റും? പറന്ന് എത്താൻ പറ്റും. ആ മൈൻഡും ആ തീരുമാനവും അത്രയും സ്ട്രോങ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ. ആൻഡ് വി ക്യാൻ. അപ്പോൾ താൻ എന്ത് ആഗ്രഹിച്ചാലും തനിക്കത് ലഭിക്കും എന്ന സന്ദേശം പകരുന്ന ഒരു പാഠമാണ് എന്ന് പറയുന്നത് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, പഴയ തലമുറയിലെ ആൾക്കാർ ചെയ്ത എഫർട്ടുകളെല്ലാം ഇന്ന് ഫലപ്രാപ്തി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് യുവാക്കൾ ഒരിക്കലും വറീഡ് ആകേണ്ട കാര്യമില്ല. യങ് സയന്റിസ്റ്റ് ഒരിക്കലും വറീഡ് കാര്യമില്ല. കാരണം എന്താണ്? അവരുടെയൊക്കെ ഹാർഡ് വർക്കിന്റെ പ്രയത്നം നമ്മൾ ഇന്ന് സയൻസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആസ്വദിക്കുന്നുണ്ട്. ഓക്കെ, സോ ദർ ഇസ് നോ ഇഷ്യൂ, ദർ ഇസ് നോ മെന്റൽ സൊഫിസ്റ്റിക്കേഷൻ ടു സയന്റിസ്റ്റ്, യങ് സയന്റിസ്റ്റ്. വരുന്ന തലമുറയുടെ ആൾക്കാർക്ക് ഒരു ടെൻഷനും വേണ്ട. They can be extremely happy with that. ഇതാണ് തുടക്കം. അപ്പോൾ പറഞ്ഞെന്താണ്? ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക് എന്താണ്? ഐ വാസ് ബോൺ. ഞാൻ ജനിച്ചതുപോലെ എന്തായിരുന്നു? ഇതാണ്, പറക്കാൻ വേണ്ടിയിട്ട്. ജനിച്ചത് ഒരിക്കലും ആരോഗ്യം അറിയാതെ എവിടെയെങ്കിലും കിടന്ന് മരിക്കാനല്ല. ഐ വാണ്ട് ടു ക്രിയേറ്റ് മൈ നെയിം ഇൻ ഗോൾഡൻ ലെറ്റേഴ്സ്. സുവർണ്ണ ലിപികളിൽ എന്റെ നാമത്തെ എന്ത് ചെയ്യപ്പെടണം? ഞാൻ എഴുതി ചേർക്കും. അങ്ങനെ ഓരോ യുവാക്കൾക്കും എന്തുണ്ടാവണം? സ്ട്രോങ്, അൺഫ്ലാഗിങ് റെസൊല്യൂഷൻ, ഡെസിഷൻ ഒക്കെ ഉണ്ടാവണം. ഒരിക്കലും ചലഞ്ച് ചെയ്യാത്ത, ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാവാത്ത ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ തീരുമാനം ഉണ്ടാണെങ്കിൽ അല്ലേ, you should have certain planning and your dreams can be realized only through if the dreams can be realized. സ്വപ്നങ്ങൾ മാത്രം പോരാ, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് എന്ന് ആക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പുള്ളി ആ സ്പീച്ചിൽ ഒരു കാര്യം പറയാണ്. Last year I went to a village to inaugurate a program called ശാസ്ത്രീയ. കഴിഞ്ഞ വർഷം ഞാനൊരു ഗ്രാമത്തിൽ പോയി. അവിടെ ഒരു പ്രോഗ്രാമിന്റെ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനവുമായി ഞാൻ ചെന്നത്. ആ പദ്ധതി പിന്നെന്തായിരുന്നു? ശാസ്ത്രീയാൻ എന്നാണ് പറയുന്നത്. ഇതാണ് ശാസ്ത്രീയാൻ. ശാസ്ത്രീയ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഇനാഗുറേഷന് വേണ്ടി APJ അബ്ദുൽ കലാം ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ എന്ത് ചെയ്തു? എത്തിച്ചേർന്നു. ഓക്കെ, പ്രോഗ്രാം ശാസ്ത്രീയ, which means the propagation of science. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്ത് propagation of science, the propagation of science, സയൻസിന്റെ propagation അതെന്താണ്? വർധനവ് അല്ലെങ്കിൽ കൂട്ടൽ അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന അർത്ഥം, പ്രമോഷൻ എന്നൊക്കെ അർത്ഥം. സയൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗ്രാമങ്ങളിലൊന്നും ഒരിക്കലും സയൻസ് എത്തിയിട്ടില്ലല്ലോ. ആ സയന്റിഫിക് നോളജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ആൻഡ് ഹി റീച്ച്ഡ് there. അപ്പോൾ അതായിരുന്നു ആ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. The mission of Shastriyan was, ഇതും പഠിക്കണം, നാളെ ചോദിക്കും. The mission of Shastriyan was to ensure the students from different school, കാരണം ഗ്രാമത്തിൽ താമസിക്കുന്ന കുട്ടികളെല്ലാം വ്യത്യസ്തമായ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും. അവർക്കെല്ലാം ശാസ്ത്രീയ ബോധം ഉണ്ടാവും, സയൻസ് അന്നെന്ന് അറിയത്തില്ല. സോ അതുകൊണ്ട് പലപ്പോഴും അവസരങ്ങളും വളരാനുള്ള സാഹചര്യങ്ങളും നിഷേധിക്കപ്പെട്ടു. ആ ഗ്രാമത്തിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് എന്ത് ചെയ്യപ്പെട്ടു? നിഷേധിക്കപ്പെട്ടു. അപ്പോൾ അവരിലും സയൻസ് എത്തണം. ദാറ്റ് വാസ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം. എന്തായിരുന്നു ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ, ടുവേഴ്സ് മേക്കിംഗ് ദം എലിജിബിൾ ഫോർ എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, ഡോക്ടേഴ്സ്, ക്വാളിഫൈഡ് മാനേജേഴ്സ് ആൻഡ് സിവിൽ സർവന്റ്. കാരണം ഇതെല്ലാം സമൂഹത്തിൽ സയൻസിൽ അറിയുന്ന ആൾക്കാരാണ് ഈ പൊസിഷനിലേക്ക് എത്തുന്നത്. ഇവരും എന്ത് ചെയ്യണം? നല്ല ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും സിവിൽ സർവന്റുകളും നല്ല നല്ല മാനേജേഴ്സുമായിട്ട് എന്ത് ചെയ്യപ്പെടണം? വളരണം. That is why we are creating a program called Shastriya. Okay, and civil servant. This action would entail empower about 2,000 families of the village. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ഗ്രാമത്തിലെ 2000 വില്ലേജിലെ ആൾക്കാർ എന്ത് ചെയ്യപ്പെടും? എംപവേർഡ് ആയി മാറും, പവർഫുൾ ആയി മാറും, ശക്തരായി മാറും.
My inaugural address to a mixed audience consisting of 5,000 students and their family members. ഞാൻ ഉദ്ഘാടന മീറ്റിംഗിൽ 5000-ഓളം ആൾക്കാർ ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. വാസ് ഓൺ എ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. അപ്പോൾ അന്ന് ശാസ്ത്രീയ എന്ന് പറയുന്ന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നപ്പോൾ ഞാൻ സംസാരിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ഇതൊരു ഓർമ്മയായിരുന്നു. പക്ഷെ ഇപ്പൊ കൂടി സംസാരിക്കുന്നത് എന്താണ്? ഐ വാസ് ബോൺ ഫോർ ഫ്ലൈ. ഐ വാസ് ബോൺ അല്ലെങ്കിൽ വിത്ത് വിങ്സ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആ ഉദ്ഘാടനത്തിന് ഇടയ്ക്കാണ്, ലാസ്റ്റ് സ്പീച്ചിന് ഇടയ്ക്കാണ് തന്റെ ഈ സംഭവം തന്നെ ഒരു ഫ്ലാഷ് ബാക്കിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ ഓർത്തോളണം, അതുപോലെ തന്നെ ശാസ്ത്രീയ എന്ന് പറഞ്ഞ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? സയൻസ് എംപവേഴ്സ് നേഷൻ. ശാസ്ത്രം ലോകത്തെ അല്ലെങ്കിൽ വേൾഡിനെ ശാക്തീകരിക്കുന്നു എന്നാണ് അതായത് ടോപ്പിക്. After my address, hundreds of hands were raised for asking questions. സംസാരിക്കണം സയൻസ് എംപവേഴ്സ് നേഷന്റെ സ്പീച്ച് എല്ലാം കഴിഞ്ഞു. എന്നിട്ട് സ്പീച്ച് കേട്ടൊന്ന് കുറെ ആൾക്ക് കൈ പൊക്കിയതിന് വേണ്ടിയിട്ടാണ് ചില സംശയങ്ങൾ APJ ചോദിക്കാം. 1000 പേര് കൈപ്പൊക്കിൽ 1000 പേരോട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊക്കെ ആൾക്കാരെ കാണാനും സംസാരിക്കാൻ പറ്റും. അപ്പൊ പ്രത്യേക ദേഷ്യം തോന്നുന്നുണ്ട്, ആർക്കും ദേഷ്യം തോന്നുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാവും, നമ്മൾ അവിടെ നിന്ന് ഒരാൾ അപ്പൊ 10 ഡെസ്ക് ഉണ്ടെങ്കിൽ 10 ഡെസ്ക് വെച്ച് നമ്മൾ ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യും. അത് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നുമില്ല, നമ്മൾ കാണുന്നവർ എന്ത് ചെയ്യും പറയാനാണ് പറയുന്നത്. And due to the limited availability of time, being a person he was busy, availability of time, I selected 12 students at random. ഇങ്ങനെയെങ്കിലും 12 പേരെ എന്ത് ചെയ്തു അതിനകത്ത് സെലക്ട് ചെയ്തു. From the last row to first row എല്ലാ റോയ്സും ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. I would like to share with you one question of great concern. അന്ന് ഈ 12 ആൾക്കാരെ സെലക്ട് ചെയ്തതിൽ ഒരാൾ എന്നോട് ചോദിച്ചു. ആ ചോദ്യം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചോദ്യമായിരുന്നു. അപ്പോ ഇനി എന്താണ് ആ ചോദ്യം അന്വേഷിക്കാം. And I would like to ask you, I would like to share with you one question. അതെനിക്കൊരു വേർഡ് കൺസെന്റ് ആയ ക്വസ്റ്റ്യനായിരുന്നു, which was asked by a student. നിങ്ങളെ പോലെ ഒരു വിദ്യാർത്ഥിയാണ് ആ ചോദ്യം എന്നോടല്ല APJയോട് ചോദിച്ചത്. The question was from a teenager who had come from far away village. വില്ലേജിൽ നിന്നേക്കാളും ഉള്ളിൽ അങ്ങ് ദൂരെ നാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വരും. നിങ്ങൾ SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കേട്ടില്ലേ? കാരണം അട്ടപ്പാടി ഈ വനാന്തരങ്ങളിൽ നിന്ന് എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ച ആ കൊച്ച് വന്ന് SSLC പരീക്ഷ എഴുതുകയും അങ്ങനെ ഫുൾ A+ മേടിക്കുകയും ചെയ്തിട്ടേ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടായിരുന്നു? അച്ഛനും അമ്മയും വേണമെങ്കിൽ വണ്ടിയിൽ എന്താ ക്ലാസ് നോക്കി വാങ്ങി തരും, എഴുതിയാൽ മതി, നമ്മുടെ കിട്ടും അല്ലേ? Far away village, and he was nervous and typical representative of young India. വളരെ പേടിയുള്ള പയ്യനായിരുന്നു. പക്ഷെ ആ പേടിയുള്ള പയ്യൻ ആ വലിയ ഗ്രൂപ്പിന്റെ ഒരു പ്രതിനിധിയായിരുന്നു, റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. കാരണം വിദേശിയുള്ളവരായിരുന്നു അവരെല്ലാവരും. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആ പയ്യൻ എന്നോട് ചോദ്യം ചോദിച്ചത്. The boy began speaking. ഇതാണ് ആ പയ്യൻ എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് സംസാരിച്ച് എന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഐ വുഡ് ആസ്ക്. പയ്യൻ പറഞ്ഞതാണ് എനിക്ക് എന്താണ് ചോദിക്കണം എനിക്കറിയില്ല. ഐ ആം നെർവസ്, എനിക്ക് ഭയങ്കര പേടിയാണ്. I have not asked any question in my class. ഒരു അധ്യാപകർ പോലും എന്നോട് ചോദ്യം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുവാനും സംശയങ്ങൾ ചോദിക്കാൻ തന്നെ എനിക്ക് പേടിയാണ്. അങ്ങനെ ആൻസർ പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. But I have not granted any confidence through the education during these days. ഇത്രയും കാലം പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും എനിക്കൊരു കോൺഫിഡൻസ് ഒന്നും ഇതിന് വന്നിട്ടില്ല. I am afraid to talk to any of my teachers. എന്നെ പഠിപ്പിച്ച അധ്യാപകരോട് പോലും എനിക്ക് സംസാരിക്കാൻ പേടിയാണ്. I am afraid to talk to my friends. Whatever I talk, I compare myself with the students and their elegant dress. എപ്പോഴും സ്റ്റുഡൻസിനോട് പോലും സംസാരിക്കത്തില്ല. ഞാൻ എപ്പോഴാണ് സംസാരിക്കാനോ അല്ലെങ്കിൽ സഹകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ചെയ്യും ഉടനെ ഞാൻ കമ്പാരിസൺ നടത്തും അല്ലേ? അയാൾ വലിയ ഡ്രസ്സൊക്കെ കിട്ടിയ വലിയ ആളല്ലേ, അയാൾ ചോദിക്കണ്ട, ഇയാൾ അങ്ങനെയാണ്. അങ്ങനെ തന്നെ മറ്റുള്ളവരുമായി കമ്പാരിസൺ നടത്തി എനിക്കൊരു ആത്മവിശ്വാസം തീരെ ഇല്ലാതായിട്ടുണ്ട് ആർക്ക്? ഈ കുട്ടിക്ക്. I compare myself with others. കാരണം കമ്പാരിസൺ ഈസ് ദ വില്ലൻ ഓഫ് അവർ ലൈഫ് അല്ലേ? നമ്മൾ ഒരിക്കലും അയാളൊരു വലിയൊരു കാര്യം കണ്ടിട്ട് എനിക്കത് കിട്ടിയില്ല, ഞാൻ അങ്ങനെ ആയില്ല, ഞാൻ വളരെ മോശക്കാരനാണ് എന്ന് നിങ്ങൾ എന്ന് കമ്പയർ ചെയ്യുന്നു, ദാറ്റ് ഇസ് ദ ബിഗിനിങ് ഓഫ് യുവർ റൂയിനിങ്. നിങ്ങളുടെ
നാശത്തിന്റെ തുടക്കം ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആൻഡ് പ്ലീസ് ടെൽ മീ, ഇതൊരു പ്രോബ്ലം പറയണം, സാർ എന്നോട് പറയണം, ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നം. എന്തൊക്കെയാണ് പ്രശ്നം? ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് വന്നിട്ടില്ല, ആരോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കമ്പാരിസൺ മൈൻഡിലേക്ക് പോകും. ഞാൻ ആകെ പറയിട്ടാണ് എൻ്റെ ഡൗട്ടുകൾ പോലും ഞാൻ പലപ്പോഴും എൻ്റെ ടീച്ചേഴ്സ് ചോദിക്കാറില്ല. എന്നാലും ഞാൻ സാറിനോട് പറയട്ടെ സാർ, എന്താ പറഞ്ഞ, ഐ വോണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എന്താ കാരണം? ഒരു മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്ക് എന്ത് ചെയ്യണം? എനിക്ക് എത്തിച്ചേരണം. ദാറ്റ് വാസ് എ ഡ്രീം ഓഫ് ദ ചൈൽഡ്. ഈ കുട്ടിയുടെ ഡ്രീം എന്തായിരുന്നു? അങ്ങനെ ഒരു മറൈൻ എഞ്ചിനീയർ ആയി മാറുക എന്ന് പറയുന്നതായിരുന്നു. ഐ വോണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്കൊരു ഷിപ്പിലേക്ക് യാത്ര ചെയ്യണം. ഐ വോണ്ട് ടു ബി എ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. ഒരു ക്യാപ്റ്റനായി മാറണം, ഷിപ്പിലെ ക്യാപ്റ്റനായി മാറണം. ഐ വോണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദി ഷിപ്പ്. അല്ലേ? അതിന്റെ എൻജിൻ സ്വന്തമായി നിർമ്മിക്കാൻ എനിക്ക് പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് എനിക്ക് മാറണം. Shall I be able to do all this, sir? എനിക്കിതൊക്കെ പറ്റൂ സർ. Shall I able? എനിക്കിതൊക്കെ പറ്റുമോ സർ? How can I achieve my mission? എൻ്റെ ഏറ്റവും വലിയ മിഷൻ എന്താണ്? മറൈൻ എഞ്ചിനീയറിംഗ് അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഡ്രീംസുകളുണ്ട്. അതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? What should I do? അല്ലേ? What should I do? ഞാൻ എന്ത് ചെയ്യും? This is a question by the youngster from that meeting. ആ മീറ്റിംഗിൽ ഞാൻ കണ്ട പയ്യൻ ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അല്ലേ? ഇതിനെന്തായിരിക്കും APJ മറുപടി പറഞ്ഞു ചോദിച്ചാൽ 10 മിനിറ്റോളം ആ വേദി നിശബ്ദമായി നിന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ്. നിങ്ങൾക്ക് ഇതിനൊക്കെ ചോദിക്കാനുണ്ടാവും, ആഗ്രഹങ്ങളില്ലേ? ഈ പ്രശ്നങ്ങളിലേക്ക് വന്നിട്ടുണ്ടപ്പോൾ ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ആരായി തീരണം എന്നൊരു ആഗ്രഹം വളരെ വ്യക്തമായി വരച്ചു വെക്കണം കേട്ടോ. എല്ലാവരും പ്ലസ് ടു പോയി, ഞാനും പ്ലസ് ടു പോയി എന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്ക് ഇന്നത് പഠിച്ച് ഇന്ന രീതിയിൽ പോയി അതിൽ വിജയിക്കണം എങ്കിൽ മാത്രമേ നാളെ സ്വന്തം സുഖമായി ജീവിക്കാൻ പറ്റൂ. അല്ലേ? അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി മാറും. ഈ കൊറോണ വന്നപ്പോൾ തന്നെ അറിയാം, ഈ നിത്യ അല്ലെങ്കിൽ ദിവസവും കൂലി ജോലിക്ക് പോകുന്ന ആൾക്കാർ പട്ടിണിയായില്ലേ? ഭയങ്കര വിഷമങ്ങൾ ഉണ്ടായില്ലേ? അപ്പൊ നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇപ്പൊ നല്ല സമയമാണ്. 15 മുതൽ ഒരു 25 വരെയുള്ള കാലഘട്ട സമയം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗോൾഡനായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റും. ഈ സമയം ഡീവിയേറ്റ് ചെയ്ത് പോയാൽ ഈസ് ദ എൻഡ് ഓഫ് യുവർ ലൈഫിന്റെ ഇപ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് വഴിതെറ്റി പോകാനുള്ള കാലഘട്ടമാണ് എന്ന് പറയുന്നത് +1 ആൻഡ് +2. അതുകൊണ്ട് പിന്നെ വഴി തെറ്റാൻ പാടില്ല. നല്ലപോലെ നിങ്ങളുടെ കുറവുകളും അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് മനസ്സിലാക്കി ഡ്രീം റിയലൈസ് ചെയ്യുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും യു ക്യാൻ ബി എ ഗ്രേറ്റ് സക്സസ്ഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. ഈ പാഠത്തിന്റെ ബാക്കി സെക്ഷൻ നമ്മൾ അടുത്ത വീട്ടിൽ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ബൈ, സീ യു ലേറ്റർ, ഹാവ് എ നൈസ് ഡേ.